नाम से जय मसीह की। ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് നൽകിയല്ലോ. एक और सवेरे परमेश्वर ने हमारे जीवन में जोड़ा है। ഈ ദൈവവും നമ്മളുമായി വ്യക്തിപരമായി കൂട്ടായ്മയിൽ വളർന്നു വരുമ്പോൾ ഉളവാകുന്ന ഒരു പ്രത്യേക സന്തോഷം. जब हम और परमेश्वर के बीच में हम एक साथ संगति में हम बढ़कर आते हैं तो उसमें से उत्पन्न होने वाला एक विशेष आनंद होता है। ആമോസ് 3-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കാൻ കഴിയുമോ? और आमोस का पुस्तक तीसरा अध्याय तीसरे वचन में इस प्रकार से पढ़े जाते हैं कि दो लोग सहमति हुए बिना क्या एक साथ वो चल पाएंगे। 1 കൊരിന്ത്യർ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ പുത്രനും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. और एक कुरिन्ती की पत्री एक अध्याय उसके 9वें वचन में इस प्रकार से पढ़ा जाता है कि उसके पुत्र और हमारे पिता के साथ जो संगति में और जो साथ मिलकर चलने के लिए बुलाया गया है उसी को हम धन्य कहते हैं। വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നത് അവന്റെ കൂട്ടായ്മയിൽ യേശുവുമായിട്ടുള്ള നിരന്തര കൂട്ടായ്മയിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ ഉളവാകുന്ന ഒരു സന്തോഷമുണ്ട്, മുഖത്ത് പ്രകടമാകുന്ന ഒരു സന്തോഷം. और प्रकाशित वाक्य में ये बात को हम पढ़ते हैं कि उसके पुत्र के साथ जब हम संगति करते हैं तो उस संगति में उत्पन्न होने वाला जो आनंद है, जो प्रकाश जो हमारे चेहरे से दिखाई देता है, वो एक विशेष बात रहती है। എന്തുകൊണ്ട് പലരുടെ മുഖത്ത് ആ സന്തോഷം കാണുന്നില്ല? क्या कारण है मैं नहीं जानता कि अनेक लोगों के चेहरे में ये खुशी दिखाई नहीं दे रहा। നിങ്ങൾ നിരന്തരമായി യേശുവിനോടുള്ള കൂട്ടായ്മയിൽ ഒന്ന് വളർന്നു നോക്കി, ഒരു പ്രത്യേക आप സന്തോഷം निरंतर നമ്മുടെ ഹൃദയത്തും മുഖത്തും ഒക്കെ വെളിപ്പെടും. आप निरंतर वो यीशु के साथ वो जो संबंध है उसमें आप बढ़कर देखिए तो आपके जीवन में एक विशेष अनुभव आप अपने जीवन में प्राप्त कर पाएंगे। നമുക്ക് ഇതിന്റെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. हम आए वचन की ओर अपने ध्यान को केंद्रित करेंगे। യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 46-ാം വാക്യം. यूहन्ना रचित सुसमाचार चौथा अध्याय उसके 46वें पद को हम पढ़े। അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മതി മകൻ മതി രോഗിയായിരുന്ന മതി മതി ഒരു മതി മതി രാജഭൃത്യൻ കപ്പർന്നഹൂമിൽ ഉണ്ടായിരുന്നു. മതി 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 അവൻ പിന്നെയും ഗലീലയ്ക്ക് പോയി. वो फिर गलील के काना में आया। പിന്നെന്ന് പറയുമ്പോൾ നേരത്തെ പോയിട്ടുണ്ട്. उसका अर्थ इतना ही है कि पहले भी वे वहां पर जा चुके हैं। ഞാൻ യോഹന്നാന്റെ സുവിശേഷം വായിച്ചപ്പോൾ യേശു പിന്നെയും 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 പോയിട്ടുണ്ട് ഗലീലയിൽ. जब मैं यूहन्ना का सुसमाचार को पढ़ा तो इस बात में पता चलता है कि यीशु कई बार गलील में जा चुका है। പിന്നെയും പിന്നെയും എന്ന വാക്ക് എന്റെ ഹൃദയത്തെ വളരെ ടച്ച് ചെയ്തു. बार बार ये जो शब्द है ये मेरे हृदय को छूने के एक अनुभव में आया। യേശു പിന്നെയും പിന്നെയും ബഥനയിലെ ലാസറിന്റെ വീട്ടിൽ ചെന്നു. ഏലീശ പിന്നെയും പിന്നെയും ശൂനങ്കരത്തെ വീട്ടിൽ കയറുന്നു. ശമൂവേലിനോട് വീണ്ടും 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 വിളിക്കുന്നു. ഇതെല്ലാം കൂടെ എന്റെ ഹൃദയത്തിൽ അങ്ങ് ഒരു 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 മെസ്സേജായിട്ട് അങ്ങ് ഫോമായി. और यीशु मसीह जो है बार बार लाजर के घर में जाता है। दूसरी बात जो है एलीशा जो है बार बार उस शूनेम वासी के घर में वो जाता है। और साथ साथ ऐसी जो बातें हैं ये मेरे हृदय के अंदर एक संदेश के रूप में एक उत्पन्न होने का कारण बना। യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണം ഗലീലയിൽ യേശു പോയത് 2-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ യേശു और ഗലീലയ്ക്ക് പോയി. और यूहन्ना का सुसमाचार दूसरा अध्याय उसके पहले आयत से हम पढ़ेंगे तो वहां पर हम देखते हैं कि यीशु मसीह जो है काना के आमीन गलील में काना के उस जगह पर विवाह के लिए जाता है। അവ എപ്പോഴും യോഹന്നാന്റെ സുവിശേഷത്തിൽ പിന്നെയും പിന്നെയും പോയെന്നാ കേൾക്കുന്നത്. और हमेशा ये बात को हम पढ़ते हैं कि बार बार यीशु गलील में जा रहा है ऐसे पढ़े जाते हैं। നമ്മുടെ കർത്താവിന്റെ ആയുസ്സിൽ
ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഗലീല. यीशु मसीह के इस पृथ्वी के जीवन काल में सबसे ज्यादा समय यीशु ने गलील के इस प्रांत में अपना समय को बिताया है। യേശുവിന്റെ ശിഷ്യന്മാരിൽ മിക്കവാറും ഉള്ളവരെല്ലാം മിക്കവാറും ഒക്കെ ആൾക്കാര് ഗലീലെന്നായിരുന്നു. और यीशु मसीह के चेलों में से भी अधिकांश लोग जो हैं वे भी गलील से आते थे। യേശു കർത്താവ് ജനിച്ചത് ബത്ലഹേമിലാണെങ്കിലും വളരാൻ തെരഞ്ഞെടുത്തത് ഗലീലയിലെ നസറത്തിലായിരുന്നു. यीशु मसीह जन्म गलील में हुआ, परंतु जो बढ़ने का पालन पोषण होने का स्थान वो नाजरेत रहा है। എന്തായിരുന്നു കർത്താവ് ഗലീലയെ ഇത്ര സ്നേഹിക്കാൻ കാരണം? ये गलील से यीशु मसीह इतना प्रेम करने का पीछे कारण क्या है? അത് നമ്മളോട് ചോദിച്ചേ, എന്നെ ഇത്രയും സ്നേഹിക്കാൻ കാരണം എന്താ? हम अपने आप से पूछे कि मुझे ये प्रभु इतना प्रेम करने के पीछे क्या कारण रहा है? അത് കണ്ടിട്ടാണോ, വിദ്യാഭ്യാസം കണ്ടിട്ടാണോ, യോഗ്യത കണ്ടിട്ടാണോ, കുടുംബശ്രേഷ്ഠത കണ്ടിട്ടാണോ? क्या हमारा रंग देखकर है, या हमारी पढ़ाई की मान्यता देखकर है, या हमारी कोई योग्यता देखकर है? കട നോക്കി, കഴിവ് നോക്കി, മുഖം നോക്കി മനുഷ്യൻ സ്നേഹിക്കുമ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ല യേശു നമ്മളെ സ്നേഹിച്ചത്. जब अधिकांश लोग रंग और चेहरा और आपका सारी पढ़ाई की मान्यता देखकर जब आपसे प्रेम रखते हैं, यीशु मसीह ने हमसे इस प्रकार से प्रेम नहीं किया है। എന്താ നമ്മളെ തിരഞ്ഞെടുക്കാൻ കാരണം? यीशु मसीह हमें चुनने का कारण क्या है? നിങ്ങൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കി. आप अपने पृष्ठभूमि की ओर थोड़ा ध्यान दीजिए। നമ്മളെ ഇന്റർവ്യൂനൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ 50 പേരെ വേണമെങ്കിൽ 100 പേരെ വിളിക്കും. വിളിക്കപ്പെട്ടവരേഖർ തിരഞ്ഞെടുക്കും. അപ്പം എല്ലാവരും തിരഞ്ഞെടുക്കത്തില്ല. जब एक इंटरव्यू में हम जाते हैं तो हम इधर देखते हैं कि यदि 20 लोग चाहिए तो वो लोग 50 लोगों को बुलाते हैं, और जैसे वचन में लिखा जाता है कि बुलाए गए तो बहुत है परंतु चुने हुए बहुत थोड़े हैं। പട്ടാളത്തിലെ ആളെ എടുക്കാൻ പണ്ടൊക്കെ ഒത്തിരി പേര് പോവായിരുന്നു. പക്ഷെ ചിലരെ മാത്രമേ യോഗ്യത ഉള്ളവരെ തിരഞ്ഞെടുക്കത്തുള്ളൂ. जब सेना में भर्ती करने के लिए बहुत सारे लोगों को वे लोग बुलाते तो थे, परंतु वे लोग केवल कम लोगों को वहां पर चुनाव करते थे। യോഗ്യത നോക്കി തിരഞ്ഞെടുക്കണം, നമ്മൾ ആരും കാണത്തില്ല. यदि हमारी योग्यता देखकर यदि हमें चुना जाना है तो हम में से कोई भी वहां पर उपस्थित नहीं रहते। നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ അയോഗ്യതയാ. हमारी योग्यता हमारी अयोग्यता में है। നമ്മൾക്ക് ഈ വാക്യത്തിലേക്ക് കടന്നു ചെല്ലാം. എന്താണ് കർത്താവ് ഗലീലെ ഇത്ര സ്നേഹിക്കാൻ കാരണം? വൈ? हम ये वचन की ओर लौट कर आएंगे कि क्या कारण है कि यीशु मसीह गलील के इस प्रांत से इतना ज्यादा प्रीति रखते हैं। യേശുവിന്റെ കാലഘട്ടത്തിൽ ഗലീലയുടെ അവസ്ഥ മനസ്സിലാക്കിയ സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. यीशु मसीह के समय में यदि गलील की अवस्था को या पृष्ठभूमि को हम जान जाएंगे, तभी ही यीशु मसीह के प्रेम के कारण को हम समझ पाएंगे। മത്തായി സുവിശേഷം 4-14 വാക്യം നമ്മൾ വായിക്കുന്നത് ജാതികളുടെ ഗലീല എന്നാ. ജാതികളുടെ ഗലീല. मत्ती के सुसमाचार 4 अध्याय में हम इस प्रकार से पढ़े जाते हैं कि गलील जो है वो अन्य जातियों का स्थान है, ऐसे लिखा गया है। യെശയ്യാ 9:1-3 വരെ വായിക്കുമ്പോൾ തിമിരം ബാധിച്ച ദേശം, ഹീനത ഭാവിച്ച ദേശം എന്നല്ലാണ് യെശയ്യാവ് പറയുന്നത്. यशायाह नबी का पुस्तक 9 अध्याय उसके 3 वचन से जब हम पढ़ते हैं तो वहां पर इस प्रकार से लिखा जाता है कि आमीन गलील का जो देश है, जो प्रांत है, वे बीमारी से ग्रसित एक देश है। ഈ ഇരുട്ടും അന്ധതമസ്സും എങ്ങനെ അവരെ ബാധിച്ചു? और ऐसी अंधकार की अवस्था और ऐसी बीमारियां उनके ऊपर किस प्रकार से आए हैं। പഴയ ചരിത്രം പഠിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. और पुराने नियम के इतिहास को जब हम पढ़ते हैं तो वहां पर ये बात हम बहुत स्पष्ट रीति से पढ़ पाएंगे। ദൈവം മനോഹരമായി സൃഷ്ടിച്ച ഭൂമിയെ പാഴും ശൂന്യമാക്കുന്ന അന്ധകാര ശക്തി എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. परमेश्वर जो सुंदर और आमीन फलवंत अवस्था में बनाया हुआ इस पृथ्वी को, वचन में हम पढ़ते हैं कि अंधकार और उसकी ताकतों ने उसको आमीन बेडोल और सुनसान कर दिया, इसलिए ऐसी घटनाएं होती हैं। അതിനകത്തു ഞാൻ ദൂത് പറയാം, എന്റെ ഹൃദയം കത്തുക. ഞാൻ പറയട്ടെ, ദൈവം സൃഷ്ടിച്ച ഭൂമിയെ, മനോഹരമായി സൃഷ്ടിച്ച ഭൂമിയെ പാഴാക്കി, ശൂന്യമാക്കി, വെള്ളത്തിലാക്കി, ഇരുട്ടിലാക്കി, സാത്താൻ തിളങ്ങി നിൽക്കുമ്പോൾ ഒരു വാക്ക് അവിടെ കാണുന്നു.
എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആമേ. और उस वचन में से एक संदेश को मैं आपके बीच में देना चाहता हूं कि परमेश्वर का वचन में जैसे बताता है कि परमेश्वर ने जो सुंदर पृथ्वी को या इस संसार को बनाया था, उसमें जब शैतान अपने आमीन सुनसान और बेडौल अवस्था को जब वो ले आ जाता है, वचन उसके अगले भाग में इस प्रकार के कह रहा है कि परमेश्वर की आत्मा उस पानी के ऊपर मंडराता रहा है। ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പാഴാക്കിയ, ശൂന്യമാക്കിയ, വെള്ളത്തിലാക്കിയ, ഇത്രയും തകർത്ത, ഇരുട്ട് മൂടിക്കിടന്ന, അന്ധകാരത്തിലാക്കിയ, വെളിച്ചമില്ലാതിരുന്ന അവസ്ഥയിൽ നമ്മൾ കാണുന്നൊരു വാക്കിതാണ്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മേൽ. ഞാൻ ചോദിക്കുന്നു, ഇതിന് മുകളിലൊരു പവർ ഉണ്ടോ? ദൈവത്തിന്റെ ആത്മാവിന് മുകളിലൊരു പവർ ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഇരുട്ട് ബാധിച്ച, തിമിരം ബാധിച്ച, അന്ധകാരം ബാധിച്ച വിഷയത്തിൽ ദൈവം ഒരു ശബ്ദം അയച്ചു, വെളിച്ചമുണ്ടാകട്ടെ. और मैं आपसे एक सवाल पूछता हूं कि इस प्रकार से जो पानी के ऊपर जो परमेश्वर की आत्मा मंडरा रहा था, तो इस प्रकार से जिसे वो बेडौल और सुनसान अवस्था में ले आया, ऐसे कोई सामर्थ है क्या? तो आमीन, प्रभु की आत्मा को काम न कर सके ऐसे कोई शक्ति इस संसार में काम कर पा रहे हैं क्या? 100 വർഷം ഇരുട്ടിക്കിടന്ന ഒരു വീട്, വെളിച്ചമില്ലാതെ അടഞ്ഞ് ഇരുട്ടിക്കിടക്കുന്ന ഒരു വീട്ടിലെ വെളിച്ചമുണ്ടാകാൻ 100 വർഷം കത്തിച്ച് ബൾബ് കത്തിക്കണ്ടല്ലോ, സ്വിച്ച് ഇട്ടാൽ ഉടനെ അവിടെ വെട്ടം വ്യാപരിക്കുക. അതുപോലെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അന്ധകാരത്തിൽ കിടന്ന, വെള്ളത്തിൽ കിടന്ന, ഇരുട്ടും മൂടി കിടന്ന, പാഴായ, ശൂന്യമായ ഭൂമി പ്രകാശിക്കാൻ തുടങ്ങി. ആമേൻ. 100 साल मान लीजिए कि एक कमरा में, एक घर में कभी अंधकार ही रहा है, कोई ज्योति नहीं आया है, और वहां पर यदि ज्योति आए तो क्या वो जगह पर एक रोशनी नहीं फैलेगी? उसी प्रकार अंधकार में पड़े हुए इस संसार में जब परमेश्वर की आत्मा का सामर्थ उतर आया, तो उसकी स्थिति को बदल गए। परमेश्वर ने उसको सुंदर और फलवंत अवस्था में उसको ले आया। സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രം ഒന്നുമില്ല, പക്ഷെ ഇതൊരു ഒറ്റ വാക്ക് പറഞ്ഞുള്ളൂ, വെളിച്ചമുണ്ടാകട്ടെ. അവിടെ ഉണ്ടായി. അപ്പൊ ഇരുട്ട് മാറിപ്പോയി. ഇത്രയും നാള് പിടിച്ചു വെച്ചിരുന്ന അന്ധകാരം മാറിപ്പോയത്. और वहां पर कोई ना तो सूरज था, ना तो जो कोई तारागण था, परंतु परमेश्वर ने एक ही एक शब्द कहा कि यहाँ पर प्रकाश आने दे। एक ही एक शब्द कहने से वहां का अंधकार मिट जाता है और ज्योति वहां आती है। 29 സങ്കീർത്തനത്തിലെ ഈ ആദ്യത്തെ വാക്യം, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, തക്ക മഹത്വം കൊടുപ്പിൻ. എന്നറിയാമോ? യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന്റെ മീതെ മുഴങ്ങുന്നു. और भजन संहिता आमीन 29 में इस प्रकार प्रभु का वचन कहता है, हे परमेश्वर के पुत्रो, यहोवा का ही गुणानवाद करो, क्योंकि परमेश्वर की आमीन जो सामर्थ है वो पृथ्वी के पानी के ऊपर कार्य कर रहा है। വിഷയത്തിന് നടുവിൽ പ്രാർത്ഥനാർമിൽ മുട്ടുമടക്കുന്ന ദൈവവചനം നോക്കി ദൈവം ശബ്ദിക്കും, അവിടെ ഉണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ ദൈവ ശബ്ദം വന്നു പതിച്ച ഭൂമിയിൽ മാറ്റം ഉണ്ടാകുന്നെങ്കിൽ, ദൈവമക്കളെ, ഞാൻ പ്രഭാതത്തിൽ ദൈവ ശബ്ദം 7 പ്രാവശ്യം ഈ സംഘത്തിന് മുഴങ്ങുമെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കും ദൈവമക്കളെ, നമ്മുടെ അവസ്ഥ മാറ്റാൻ തമ്മിൽ ഒറ്റ ശബ്ദം മതി. और परमेश्वर के आमीन कार्य, परमेश्वर की आत्मा का जो सामर्थ है, यदि इस भजन संहिता 29 में 7 बार यदि काम कर सकता है, तो परिस्थितियों में और मुश्किलों में उलझे हुए प्रिय लोगों, परमेश्वर का एक शब्द काफी है, एक वाणी काफी है हमारी स्थिति में बदलावट आने के लिए। ഈ അതിനകത്തൊരു വാക്യമുണ്ട്, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. और उसके 9वें आयत में एक आमीन बात यहाँ पर इस प्रकार बताया जाता है कि यहोवा की वाणी से हरणियों का गर्भपात हो जाता है। ഇത് വനത്തിൽ നടക്കുന്ന കാര്യമാണ്. और ये एक वन के अंदर या एक जंगल के अंदर होने वाला एक कार्य है ये।
യഹോവയുടെ ശബ്ദം വനങ്ങളുടെ തോലുരിക്കുന്നു. और प्रभु का वचन इस प्रकार से कहता है कि यहोवा की वाणी वन को हिला देती है। ശ്രദ്ധിച്ചേക്കണം, യോബിനോട് ദൈവം ഒരു ചോദ്യം ചോദിച്ചു, മാൻപേടകളെ ഈറ്റുന്നവൻ നീ കണ്ടിട്ടുണ്ടോ? और परमेश्वर का वचन में इस प्रकार परमेश्वर अय्यूब से एक सवाल पूछता है, क्या तू हिरनियों का आमीन जो गर्भ के समय के जो दर्द हैं क्या तूने देखा है? ഇവിടെ 29 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറായി. और यहाँ पर 29वें भजन संहिता में इस प्रकार से हम पढ़ते हैं कि यहोवा की वाणी से हरिणियों का गर्भपात हो जाता है। അവിടെ പ്രസവകാലം നിനക്കറിയാം, ഇതെല്ലാം ദൈവത്തിനറിയാം. परमेश्वर अय्यूब से इस प्रकार से पूछता है, क्या हरिणियों का गर्भ लेने का समय तू जानता है? ये सब परमेश्वर जानता है। ഇത് വനത്തിനകത്ത് നടക്കുന്ന കാര്യമാണ്. और ये जो है वन के अंदर होने वाला एक प्रक्रिया है। ഈ വനത്തിനകത്ത് മാൻപേടകൾ പ്രസവിക്കുമാറാകുമ്പോൾ ദൈവത്തിനറിയാം. ദൈവം എന്തറിയാമോ? ഒരൊറ്റ ഇടിമങ്ങ് മുഴക്കും. ഇടി നടക്കുമ്പോൾ അവിടെ ഈ ഒരു സൈസ് മരമുണ്ട്. ഈ മരത്തിന്റെ ഈ ശബ്ദത്താൽ മരത്തിന്റെ തോലങ്ങുരിയും. തൊലിഞ്ഞിട്ട് മരത്തിന്റെ അവിടെ ഒരു മറ പോലെ ഇങ്ങനെ ആക്കും. അതാ വനങ്ങളുടെ തോലിരിക്കുന്നു. ഒരു ഓക്കുമരം, ഈ മരത്തിന്റെ തോല് ഭയങ്കര കട്ടിയാ. ഇത് മറ പോലെ, അതിനകത്താണ് മാൻപേടകൾ പ്രസവിക്കുന്നത്. और जो वन में जब हरिणियों का गर्भ होने का समय आता है तो परमेश्वर का एक बड़ी सी गड़गड़ाहट प्रभु उस वन में भेजता है, जिससे वहां का वन को हिला देती है। वहां पे एक विशालकाय पेड़ का जो छिलका है, चमड़ी है, वे निकल कर आते हैं। वे इस हिरनियों को आमीन पूर्ण रीति से ढाप देता है और वहां पर ये लोग अपने बच्चे को देते हैं। വനത്തിനകത്ത് മാൻപേട വേദന കാണുന്ന ദൈവം ഒരു ശബ്ദത്താൽ അതിന്റെ വേദന മാറ്റുന്നെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിലും മൂലയ്ക്കും ഉടങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ വേദന മാറ്റുവാൻ ദൈവശബ്ദത്തിന് ഇന്നും കഴിയും. और यदि वन के अंदर पाए जाने वाले हरिणियों के आमीन दर्द को परमेश्वर देखता है, सुनता है, तो दुनिया के कोने में बसे हुए परमेश्वर के लोग कहीं से भी क्यों ना उसको पुकारे, वो हमारी आवाज को सुनता है, हमारे लिए अपने कार्यों को वो प्रकट करता है। നമുക്ക് ഗലീലേക്ക് മടങ്ങി ചെല്ലാം. हम वचन की ओर लौट कर आएंगे, गलील के प्रांत में हम चलेंगे। സെബൂലൂൻ, നഫ്താലി, ആശർ, ഇസ്സാഖാർ എന്നീ ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു നൽകിയ അവകാശ ഭൂമിയായിരുന്നു ഗലീല. गलील जो है जबूलून, नफ्ताली, मनेशे के ऐसे गोत्रों को विभाजित कर दिया हुआ स्थान है ये गलील। ഈ സങ്കേത പട്ടണം ഒത്തിരി ഉണ്ടായിരുന്നു. സങ്കേത പട്ടണം ഈ മോഷ്ടാക്കളൊക്കെ ഓടിച്ചെല്ലാൻ ഇടമായിരുന്നു. 6 സങ്കേത നഗരങ്ങളുണ്ട്. അതിൽ സങ്കേത നഗരങ്ങൾ ഈ സ്ഥലത്തുണ്ടായിരുന്നു, ഈ ഗലീലയില്. एक गलील के अंदर अलग अलग प्रकार के शरण स्थान का जगह था, जहां पर कोई अपराध किए हुए लोग दौड़कर शरण लेते थे। ऐसे 6 शरण स्थान को वहां पर हम देख पाते हैं। അതുകൊണ്ട് കൊലപാതകികളും മോഷ്ടാക്കളും താമസിക്കുന്ന ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ ഗലീല. तो यहाँ इस गलील में ऐसे कत्ल करने वाले लोग या चोरी करने वाले लोग, ऐसे अपराध करने वाले लोग पसंद करने वाला एक स्थान था ये गलील का स्थान। ദൈവം ആലയം പണിക്ക് വേണ്ടി ശലോമോന് നൽകിയ ഈ ആലയം പണിക്ക് വേണ്ടി ഈ ഹീരാമുണ്ട്. ഹീരാം തടിയും സാധനങ്ങളും ഒക്കെ ശലോമോന് കൊടുത്തിരുന്നു. और परमेश्वर ने सुलेमान को मंदिर के निर्माण के लिए जो लकड़ियों को प्रदान किया था, तो हीराम करके एक राजा के द्वारा ये लकड़ियों को उसे दिया गया है। അപ്പം ശലോമോൻ പകരം കൊടുത്തത് 20 പട്ടണങ്ങളായി. ഗലീലയ്ക്കകത്ത് 20 പട്ടണം അതിന് പകരമായിട്ട് കൊടുത്തു. तो सुलेमान जो है उसके बदले में इनाम के रूप में गलील के 20 शहरों को उसने उसे दान में दिया था। ശലോമോൻ കൊടുത്ത പട്ടണം കാണാൻ ഹീരാൻ ഉടച്ചപ്പോ തല കൈവച്ചു പോയി. അത്ര തകർന്നു കിടക്ക ഈ പട്ടണം, നശിച്ചുപോയി.
सुलेमान ने दिया हुआ शहरों को देखने के लिए जब हीराम वहां पहुंचता है, वे अपने सिर पर हाथ रखकर वहां से भागते हैं, क्योंकि इतने दुरावस्था में पाए जाने वाला एक शहर या एक स्थान था ये गलील के स्थान। ഹീരാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞത്. हीराम सुलेमान से कहता है कि मुझे ये नहीं चाहिए। അങ്ങനെ ഇരിക്കുമ്പോൾ അസീറിയൻ ചക്രവർത്തി ഇവിടെ വന്ന് ആക്രമിച്ച് ഇത് പിടിച്ചടക്കി ഈ ഗലീലയെ. और ऐसे रहने के समय में अशूर की सेनापति वहां पर आकर इसको आक्रमण करता है और इसे अपने वश में कर लेता है। ഒരെണ്ണത്തിന് അടിമകളായി പിടിച്ചോണ്ടങ്ങ് പോയി. कई लोगों को गुलाम के रूप में पकड़ कर वे ले जाते हैं। അവിടെ അസീറക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. और अशूर के लोगों को वो इस स्थान में ले आ जाता है। അവരുമായി വിവാഹത്തിൽ ഏർപ്പെട്ട ഒരു സങ്കര ജാതി അവിടെ ഉടലെടുത്തു. और ऐसे अशूर के लोगों के साथ गलील के लोग विवाह में लिए जाते हैं, दिए जाते हैं, और एक संक्रमित एक जाति वहां पर पैदा होता है। അങ്ങനെയും തകർന്നുപോയി. ऐसे ऐसी अवस्था में भी गलील का पतन हो जा रहा था। നാട്ടുകാര് ഗല്ലെ നോക്കിയത് ഓ ജാതിയുടെ ദേശം, തല്ലിപ്പൊളി ദേശം, ഇരുണ്ട ദേശം എന്നൊക്കെയാ പറയാം. और जब बाकी लोग जब गलील के लोगों को देख रहे थे तो वे लोग इस प्रकार से कह रहे हैं कि ये अन्य जातियों का देश है, ये अंधकार से भरा हुआ देश है, ये कई गए गुजरे एक स्थान है ये। 2009 ഞാൻ ഡൽഹി സൂക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ചർച്ചിൽ ഒരു ദേവദാസം വന്നു. 2009 में मैं जब दिल्ली में सेवकाई कर रहा था तो मेरे कलीसिया में एक परमेश्वर के दास आए। ഒരു 5.5 പൊക്കം वരും. एक 5.5 फुट की ऊंचा कद का था वो। ഒരു സ്മാർട്ട് ദേവദാസൻ. एक अच्छा एक स्मार्ट प्रभु का दास था वो। അദ്ദേഹം സാക്ഷ്യം കേട്ടപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. उनका जब गवाही को मैंने सुना मेरी आंखें में आंसू भर गए। ഇദ്ദേഹത്തിന് പ്രസവിച്ചപ്പോൾ ഒരു രൂപമില്ലായിരുന്നു. ഒരു വല്ലാത്തൊരു മാംസപിണ്ഡമായിരുന്നു. जब इनका जन्म हुआ तो इन्हें कोई भी प्रकार का रूप या कोई एक एक चेहरा नहीं था, केवल एक मांस का टुकड़ा के समान वे जन्म लिए हैं। ഈ മാതാപിതാക്കൾക്ക് എങ്ങനെയില്ല ഉപേക്ഷിക്കാൻ പ്ലാൻ ഇട്ടു. तो ये माता पिता इस बच्चे को किसी प्रकार से छोड़ देने के लिए, त्यागने के लिए उन्होंने ऐसी योजनाओं को बनाए। അവർ ഈ മാതാവ് പറഞ്ഞു, ഒരു മാതാവ് ഏകദേശം ഒരു 50 വയസ്സ് വരുന്ന ഒരു മാതാവ് ഈ കുടുംബത്തോട് പറഞ്ഞു ആ കൊച്ചിനെ എനിക്ക് തരാമെന്ന് ചോദിച്ചു. तो एक दूसरी माता लगभग 50 उम्र के एक माता ने इस परिवार से पूछा कि क्या इस बच्चे को तू हमें दे देंगे। ഈ മാതാവിന് ഈ കുടുംബം കൊച്ചിനെ കൈമാറി. और इस प्रकार से इस परिवार जिसमें ये बच्चा जन्म लिया था उस बच्चे को दूसरी माता के हाथ में वो दे देते हैं। ഈ മാതാവ് ഈ കൊച്ചിനെ ദൈവത്തിന് കൈമാറി. और ये माता जो ये बच्चे को लिए हुए हैं अब इस बच्चे को परमेश्वर के हाथ में दे देता है। ഇങ്ങനെ പ്രാർത്ഥിച്ചു. इस प्रकार से उन्होंने प्रार्थना किया, നീ മനോഹരമാക്കുന്ന ദൈവം. तू सुंदर बनाने वाला परमेश्वर है। യു ക്യാൻ മേക്ക് തിങ്സ് ബ്യൂട്ടിഫുൾ. आप चीजों को सुंदर बना सकता है। നീ ഈ കൊച്ചിനെ മനോഹരമാക്കിയാൽ तू यदि इस बच्चे को सुंदर बनाए तो ഞാൻ ഇതിനെ അങ്ങയുടെ വേലയ്ക്കായി നൽകാം. इस बच्चे को मैं आपकी सेवकाई के लिए दे दूंगा। ഒന്നും സംഭവിച്ചില്ല. മാസങ്ങൾ കടന്നുപോയി. कुछ नहीं हुआ, महीने बीत गए। അങ്ങനെ ഈ യിരെമ്യാ പ്രവചനത്തിൽ 18 കുശവന്റെ കയ്യിലെ കളിമണി ചീത്തയായി പോയില്ലേ, ആ വാക്യം എടുത്ത് പ്രാർത്ഥിച്ചു. और माता जो है यिर्मयाह नबी की पुस्तक में जो एक कुम्हार के हाथ में जो मिट्टी जो खराब हुई थी उस विषय को, उस वचन को लेकर वे प्रार्थना करने लगी। അപ്പൊ ഈ ഏദൻ തോട്ടത്തിൽ മണ്ണ് കുഴച്ച ദൈവമില്ലേ, ആ കുശവനില്ലേ, ആ കയ്യിലോട്ട് കൈ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. और माता फिर से प्रार्थना करने लगी कि अदन की वाटिका में मनुष्य को बनाने के लिए मिट्टी को सानने वाला परमेश्वर किस प्रकार से कुम्हार के हाथ में मिट्टी को दिया हुआ परमेश्वर, उस प्रकार से वे प्रार्थना करने लगी। പതുക്കെ കർത്താവിന്റെ കാരം അവിടെ ചലിക്കാൻ തുടങ്ങി. धीरे धीरे परमेश्वर का हाथ उस बच्चे के ऊपर काम करने लगा। ഒരു വാക്ക് പറയട്ടെ, ആ കരം ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുക. और एक शब्द मैं आपको बोलना चाहूंगा कि वो हाथ आज भी हमारे बीच में काम कर रहा है। ഈ പയ്യനെ ദൈവം ഒന്ന് മനോഹരമാക്കി.
ये जो बालक को परमेश्वर ने सुंदर बना दिया। അപ്പൊ ആ പയ്യനെ ഈ സാക്ഷ്യം പറയുമ്പോ ഉണ്ടല്ലോ, വാസ്തവത്തിലുണ്ടല്ലോ, എനിക്ക് സന്തോഷം. ദൈവത്തിന്റെ കരം എത്ര വലുതല്ലേ. वो बालक जब बड़े होकर एक पासबान बन गया और जब वो इस प्रकार से गवाही को दे रहा था, मैं सोच रहा था कि वास्तविकता में परमेश्वर का हाथ कितना सुंदर है। അവൻ സകലവും നന്നായി ചെയ്യും. वो सब कुछ अच्छे से करता है। ഈ സഭാപ്രസംഗി പറഞ്ഞത് ദൈവം അതതിന്റെ സമയത്ത് മനോഹരമായി കാര്യങ്ങളെ ചെയ്യുന്നവനാണ്. ബ്യൂട്ടിഫുൾ और വേ. सबोपदेशक में इस प्रकार से कहा जाता है कि परमेश्वर सब कुछ अपना समय में सुंदर ढंग से वो काम करता है। ആൾക്കാർ ഗല്ലിയെന്നാണ് ക്രിസ്തു വരുന്നത്. ഗല്ലെന്ന് വരാൻ പോകുന്നത് ഗല്ല പോക്ക, ഗലീല പോക്ക, ഗലീല പോക്ക, ഇതാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. गांव के लोग इस प्रकार से कहते हैं कि गलील से मसीह आएंगे, गलील से मसीह आएंगे। गलील तो गया गुजरा है, वहां से तो कुछ उम्मीद नहीं कर सकते। ഇങ്ങനെ പാരമ്പര്യ ശാപവും പേറി ജീവിക്കുമ്പോൾ അസിയറക്കാർ വന്നപ്പോ അവിടെ വിഗ്രഹങ്ങളും കൊണ്ടാ വന്നത്. और ऐसे पारंपरिक रीति से एक श्राप को लेकर जीने के समय में अशूर के लोग जब आए, तो वे भी कुछ बातों को ऐसे उनके बीच में लेकर आए हैं। അവിടെ വിഗ്രഹങ്ങളും കൊണ്ടാണ്, അവിടെ ദൈവങ്ങളെ കൊണ്ടാ വന്നത്. जब अशूर के लोग आए तो वे लोग वहां पर मूर्ति को लेकर आए हैं। ഞാനല്ലാതെ അന്യദൈവം ഉണ്ടാകരുതെന്ന് പറഞ്ഞ ന്യായപ്രമാണത്തെ അട്ടിമറിച്ചുകൊണ്ട് ഗില്ല നാട് മുഴുവൻ വിഗ്രഹങ്ങളെ കൊണ്ട് അങ്ങ് നിറഞ്ഞു. जिस परमेश्वर ने उनसे ये वचन को दिया है, ये व्यवस्था को दिया था कि मेरे अलावा तुम किसी मूर्तियों की सेवा नहीं करना, इसी स्थान में अशुर के लोग आकर सभी प्रांतों में, सभी जगहों में उनकी मूर्तियों से वहां भर दिए। ആത്മീയ അന്ധകാരവും അജ്ഞതയും കൊടുകുത്തി വാണു ആ സമയത്ത്. आत्मिक अंधकार की अवस्था और अज्ञानता की बातें उस स्थान में बढ़कर चलने लगा। ഒരു വശത്ത് അന്യവിഗ്രഹങ്ങൾ, മറുവശത്ത് കഷ്ടതയിലും തിമിരത്തിലും ഹീനതയും ജനങ്ങൾ വീർപ്പ് മുട്ടി. और एक स्थान में अन्य आराधना या मूर्ति पूजा का एक कार्य, दूसरे स्थान में लोग बड़े कष्ट में, दुख की अवस्था में वे लोग बेचैन हो रहे हैं। ഇതിനെ നോക്കിയിട്ട് യെശയ്യാവിൽ കൂടെ ദൈവം ഒരു ശബ്ദം ഡിക്ലർ ചെയ്തു, ഞാൻ ഇതിന് മഹത്വം വരുത്താൻ പോവാം. കേട്ടോണേ. और ऐसी स्थिति को देखकर परमेश्वर यशायाह नबी के द्वारा एक आवाज की, एक वाणी की घोषणा वो कराता है कि मैं इस स्थान को फिर से उसकी महिमा को लौटा दूंगा। യെശയ്യാ 9-ാം അധ്യായം വായിക്കുമ്പോൾ അത് കാണാൻ കഴിയും. यशायाह नबी की पुस्तक 9वें अध्याय को जब आप पढ़ेंगे तो ये बात को आप वहां पर पढ़ पाएंगे। 700 വർഷം കഴിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. 700 साल बीत गए, फिर भी वहां पर कुछ सुधार नहीं हुआ। മഹത്വം വരുത്തുമെന്ന് ദൈവം പറഞ്ഞു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. अपनी महिमा को मैं वहां पर लौटाऊंगा, इस प्रकार से परमेश्वर ने कहा था, परंतु वहां पर कोई बड़ी बदलाहट दिखाई नहीं दे रहा। മത്തായി സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ യേശു ആത്മാവിന്റെ ശക്തിയോട് ഗലീലയിലേക്ക് ചെന്നപ്പോൾ തമ്പുരാന്റെ വാഗ്ദത്തം അവിടെ നിറവേറുവായിരുന്നു. परंतु मत्ती के सुसमाचार 4 अध्याय में जब हम पढ़ते हैं तो यीशु आत्मा की प्रेरणा के द्वारा जब गलील में प्रवेश करता है तो परमेश्वर का सामर्थ्य वहां पर प्रवेश कर रहा था। വാഗ്ദത്തം കൊടുത്ത് യെശയ്യാവ് മരിച്ചു, പക്ഷെ വാഗ്ദത്തം ഇങ്ങനെ തിളങ്ങി നിൽക്കുക. वायदा दिया हुआ या उसकी घोषणा किया हुआ यशायाह तो मर मिट गया, परंतु वायदा वहां पर अभी भी कार्य में है। ദൈവത്തിന്റെ വാഗ്ദത്തം ഒരിക്കലും മരിക്കത്തില്ല, അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. परमेश्वर की वायदा कभी भी वो मरता नहीं है, वे अपने कार्य को प्रकट करते रहेगा। കർത്താവിന്റെ കാലത്ത് ഗല്ല് നോക്കി സകലം വിധി എഴുതി. എല്ലാവരും വിധി എഴുതല്ലോ. വിധി എഴുതാൻ മനുഷ്യനെ എടുക്കാനാ. വിധി എഴുതി, ഇനിയും വിടുതലില്ല, ഇത് ഗുണം പിടിക്കത്തില്ല, നസറത്തിൽ നന്മ വരത്തില്ല, നസറത്തിൽ നിന്നൊരു ഗുണം ഉണ്ടാകത്തില്ല, അപമാനത്തിന്റെ വാക്കുകൾ, ഇങ്ങനെ നിരാശയുടെ വാക്കുകൾ ഇങ്ങനെ അവിടെ കേൾക്കാൻ തുടങ്ങി. परमेश्वर के समय में वहां के लोग इस प्रकार से उसके ऊपर एक मोहर के रूप में कहने लगे कि अब यहाँ पर कोई सुधार नहीं होगा, यहाँ पे कोई भी प्रकार का बदलावट नहीं होगा, और इसी प्रकार के हमें नकारात्मक बातों को भी बोलने लगे। നമ്മുടെ യേശുവിന് ഒരു പ്രത്യേകതയുണ്ട്. यीशु मसीह का
अंदर एक खासियत इस प्रकार से है। ഏതിനെ നോക്കി ലോകം വിടക്കെന്ന് പറയുന്നു, വിധി പറയുന്നു, അതിനെ മാറ്റി പറയിപ്പിക്കുവാൻ ഇന്നും യേശു ശക്തനാണ്. किन चीजों को भी यदि दुनिया जो है वो खराब कहते हैं या कोई काम का नहीं इस प्रकार से कहते हैं, उसको बदलने के लिए और उसको सुंदर बनाने के लिए हमारा परमेश्वर आज भी वो सामर्थी प्रभु है। നിന്റെ കുടുംബത്തെ നോക്കിയോ, സഭയെ നോക്കിയോ, തലമുറയെ നോക്കിയോ, ഇവൻ കൊള്ളത്തില്ലെന്നോ, ഇവൻ ശരിയാകത്തില്ലെന്നോ, മുന്നോട്ട് പോകത്തില്ലെന്നോ പറയുന്ന ഒരു ദൂത് ഞാൻ കൈമാറുക. അത് നോക്കി യേശു പറയും, ഞാൻ എന്നെ മഹത്വമാക്കി മാറ്റാൻ ശക്തൻ. यदि कोई भी आपके परिवार को देख के, आपके पीढ़ी को देख के इस प्रकार से कहता है कि ये कोई काम का नहीं है, ये कोई सुधार इसमें नहीं होगा, तो मैं आपको एक वाणी सवेरे के समय देना चाहता हूं कि मेरा परमेश्वर कहता है, इसे मैं अपनी महिमा को दूंगा और इसे मैं सुंदर बना दूंगा। യേശുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തകർന്നു പോയ സ്ഥലമാണ് ഗലീല എങ്കിൽ യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് ശേഷം സ്വർഗത്തിൽ പോലും ഗലീല പ്രസിദ്ധമാക്കി. यीशु मसीह के सुसमाचार के सेवकाई के समय में यदि टूटा हुआ स्थान में ये गलील पाया जाता है, तो यीशु मसीह के मृत्यु के समय में ये गलील अपनी महिमा को प्राप्त की हुई अवस्था में दिखाई देती हैं। അതിന്റെ തെളിവാ ഒരു മല കാണുന്നത്. वो उसी का एक सबूत है कि जैतून की पहाड़ी पर हम ये बात को देखते हैं। ഒലിവെന്ന് മഹത്വത്തിലേക്ക് കരേറിപ്പോയ യേശു നോക്കി ശിഷ്യന്മാര് ആകാശത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുമ്പോൾ ദൂതന്മാര് വിളിച്ചു പറയുക, ഗലീല പുരുഷന്മാരെ എന്ന്. കണ്ടോ? और यीशु मसीह उस जैतून में जैतून के पहाड़ पर चढ़कर जब स्वर्ग की ओर उठा लिए गए और जब चेलों ने उसके जाने की अवस्था को जब देखते रह रहे थे, तो वहां पर स्वर्गदूत उतरकर इस प्रकार से इस वाणी को कह रहा है, हे गलील के पुरुषों, तुम इस प्रकार से क्यों ताकते रहते हो। നാട്ടിൽ പോലും പേര് പറയാൻ മടിക്കുന്ന, അതുപോലെ തകർന്നു പോയ, തിമിരം ബാധിച്ച ഈ ദേശത്തെ നോക്കി യേശുവിന്റെ സുവിശേഷം കഴിഞ്ഞപ്പോൾ ആത്മാവിശ്വ ഗല്യക ചെന്ന് പിന്നെ പോയി മനോഹരമാക്കിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയാ, ഗലീല പുരുഷന്മാരെ. സ്വർഗത്തിൽ പോലും പ്രസിദ്ധമായി. यीशु मसीह के समय से पहले अंधकार में पड़े हुए बिगड़े हुए एक गलील का स्थान में जब यीशु मसीह बार बार वहां पर प्रवेश किए, बार बार वहां के लोगों के साथ मुलाकात किया, तो आमीन, जब लोग कभी उस स्थान के नाम को भी लेना पसंद नहीं कर रहे वाले, ये गलील के प्रांत अब आमीन इस प्रकार से प्रसिद्ध हुआ है कि परमेश्वर का स्वर्गदूत भी इस प्रकार से पुकार कर कहते हैं कि हे गलील के पुरुषों, और उनको वंदना करते हैं। ഗലീല ഇപ്പൊ സ്വർഗത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലമാക്കി ദൈവം മാറ്റി. गलील आज जो है स्वर्ग में सबसे जाने माने वाले एक स्थान के रूप में परमेश्वर ने उसको बदल दिया। അഭിഷേകം ഒരു വ്യക്തിയെ മാത്രമല്ല, നാടിനെ പോലും മാറ്റുന്നതാണ് ഗലീല നമുക്ക് മനസ്സിലാക്കി തരിക. गलील के स्थान में हुआ घटना जो है वो ये बात हमें समझाता है कि अभिषेक जो है केवल एक व्यक्ति को नहीं परंतु उसके पूरे गांव को बदलने का सामर्थ्य रखता है। മുമ്പോട്ട് നീങ്ങാൻ കഴിയാതെ ഇരുട്ട് മൂടിക്കിടക്കുന്നെങ്കിൽ, മറ്റു വാക്ക് നിന്നെ തളർത്തുന്നെങ്കിൽ, നിന്നെ കൊള്ളത്തില്ലെന്നോ, ഈ സഭ ശരിയാകത്തില്ലെന്നോ, ഇതൊന്നും തകർന്നു പോകുമെന്നൊക്കെ മനുഷ്യ വിധി ചെയ്യുമ്പോൾ അതിനെ മാറ്റുവാൻ ഒരു യേശു ഇന്നും ജീവിക്കുന്നു. और आगे बढ़ने नहीं पा सके ऐसे एक अवस्था में यदि आपको सभी लोग टुकरा कर आपको अलग कर रहे हैं, तो परमेश्वर का वचन आपसे बता रहा है कि परमेश्वर आपकी परिस्थिति को बदल सकता है, आपको फिर से सुंदर अवस्था में वो ले आ सकते हैं। ആത്മാവിന്റെ ശക്തിയോടെ ചൂട് മുന്നോട്ട് വെക്കണം. आत्मा का सामर्थ्य से अपने कदमों को आपको आगे बढ़ाना है। ഒരു മഹത്വം വെളിപ്പെടും. एक महिमा आपके जीवन में प्रकट होगा। ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ പോഷത്വമായത് ദൈവം തെരഞ്ഞെടുത്തത്. ज्ञानियों को लज्जित कराने के लिए परमेश्वर ने मूर्खों को इस दुनिया में चुन लिया था। ഒരു ക്രൂശ് ഉണ്ടെങ്കിൽ ഒരു കിടമുണ്ട്, ദുഃഖവെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഒരു ഉയർപ്പുണ്ട്. और एक क्रूस है तो एक मुकुट भी है, एक दुख का दिन है तो एक उठाए जाने वाला दिन भी निश्चित है।
ഇതിനെ മഹത്വമാക്കി മാറ്റുവാൻ നമ്മുടെ യേശു ഇന്ന് ശക്തനാണ്. ഒന്ന് കൈമാറുമോ നമ്മുടെ ജീവിതത്തെ? और हमारे जीवन को महिमामय रूप में बदलने के लिए वो यीशु मसीह काफी है, वो सामर्थी है। क्या हम अपने जीवन को उसके हाथ में देने के लिए तैयार होंगे? ദാവീദ് പറയുന്നത് എന്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചു, പക്ഷെ ചേർത്ത് പിടിച്ചെന്ന് ദൈവം. दाऊद इस प्रकार से कहता है कि मेरे माता पिता ने मुझे त्याग दिया, परंतु परमेश्वर ने मुझे अपने पास बनाए रखा। ഈ അതിനെപ്പറ്റി സ്വർഗം വിളിച്ചു പറയാ ശമൂവേലിനോട്, ശമൂവേലേ, നീ കൊമ്പിൽ തൈലം നിറച്ചുകൊണ്ട് എന്നെ യെശായിയുടെ വീട്ടിൽ പോക, ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. അപ്പൻ തള്ളിയ, അമ്മ തള്ളിയ, മറ്റുള്ളവർ തള്ളിയ, ഒന്നിനും കൊള്ളരാത്ത കാട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ട ദാവീദിനെ സ്വർഗത്തിൽ അറിയപ്പെടുന്നവനാക്കി മാറ്റുവാൻ കാരണം ദൈവത്തിന്റെ മഹാസ്നേഹമാണെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? നമ്മുടെ ബ്യൂട്ടിഫുൾ ആക്കുവാൻ ആ കരങ്ങൾക്കെന്നും ശക്തിയുണ്ട്. और परमेश्वर अपने दास शमूएल से इस प्रकार से कहता है कि तू सींग मर, आमीन, अपना तेल भरकर, आमीन, ईशे के परिवार में तू चले जा, मैं वहां पर एक राजा को अभिषेक करवाऊंगा। तो माता पिता ने त्यागा हुआ, अपने भाइयों ने त्यागा हुआ, उस दाऊद को परमेश्वर ने यदि उस राजा बनने के लिए अभिषेक कराया तो आमीन, आज क्या अपने आप को हम प्रभु के हाथों में देने के लिए, आमीन, समर्पित करने के लिए हम तैयार होंगे तो हमारे जीवन को वो महिमा में बदलने के लिए वो प्रभु सामर्थी रहेगा। നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്നും കാണാൻ കൊള്ളത്തില്ലെന്നും ഒരു കഴിവുമില്ലെന്നും മറ്റു വിധി എഴുതിയാൽ നീ ഭാരപ്പെടേണ്ട, മഹത്വം വെളിപ്പെടുത്താൻ ദൈവശക്തൻ. आप कोई भी कार्य का नहीं है, आप दिखने में अच्छा नहीं है, कोई काम का नहीं, कोई लायक का नहीं, इस प्रकार से दुनिया आपके ऊपर एक आमीन न्याय या टिप्पणी करने बैठे तो आप वहां पर निराश मत होना, अपने जीवन को प्रभु के हाथ में दे दीजिए। प्रभु आपको सुंदर बनाने के लिए वे काफी हैं। കുശവന്റെ കയ്യിലെ ചീത്തയായിപ്പോയ കളിമൺ മണ്ണ് ആ പാത്രം മനോഹരമാക്കിയ കരങ്ങൾ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ചക്രം കറങ്ങിക്കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാമോ? ബ്യൂട്ടിഫുൾ ആക്കി ദൈവം മാറ്റും. वो कुमार के हाथ में जो मिट्टी थी, जो खराब हो चुका था, उसको फिर से सुंदर बनाने वाला वो आमीन मिट्टी, वो हाथ, वो परमेश्वर का हाथ अभी भी कार्य कर रहा है। वो चाक पर अपने आप को हम समर्पित कर दे, वो सुंदर बनाने के लिए वो परमेश्वर काफी है। നമുക്കറിയാം ശമര്യക്കാർ സ്ത്രീ, അവളെ കണ്ട നാട്ടുകാർ അറയ്ക്കും. അവളെ പോലും മനോഹരമാക്കിയ യേശു ഇന്ന് നമുക്കായി ജീവിക്കുന്നു. हम जानते हैं सामरी स्त्री को, आमीन, उसे जब गांव के लोग देखते हैं तो वे घिन्न करते थे, परंतु उसे भी सुंदर और मनोहर अवस्था में बदलने वाला हमारा यीशु मसीह है। നമ്മൾ ആരായിരുന്നു, ഇപ്പൊ ആരാ? हम कौन थे, अब हम क्या बने हैं? പണ്ട് എന്തായിരുന്നു, ഇപ്പൊ എന്തുവാ? पहले कैसे थे, अब हम कैसे हुए हैं? ആരെങ്ങനെ ആക്കിയത്? कौन हमें इस प्रकार से बनाया है? കർത്താവിന്റെ കരമാണോ? परमेश्वर का हाथ है क्या? ഇനിയും നമ്മൾ ആക്കാൻ ശക്തനാ. और भी हमें बदलने के लिए वे सामर्थी हैं। ഒറ്റ പ്രാർത്ഥന മുടിയപ്പുറത്ത് പ്രാർത്ഥിച്ചെന്നറിയാവോ? നിന്റെ കൂലിക്കാരനെ പോലെ ആക്കണമെന്ന്. പക്ഷേ കൂലിക്കാരനാക്കിയോ? അതിന്റെ തല മുതൽ അടി വരെ നോക്കിയേ. ചെരുപ്പ്, അവന്റെ വസ്ത്രം, അവന്റെ കയ്യ്, അവന്റെ കാല്, അവന്റെ ചിരി, അവന്റെ സന്തോഷം അകത്തും പുറത്തും ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാമോ? നിന്റെ സഭയെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ മനോഹരമാക്കുവാൻ യേശു ഇന്നും ശക്തൻ. एक ही प्रार्थना उस उड़व पुत्र ने किया था कि प्रभु हे पिता, मुझे आपके सेवक के एक स्थान को दे दे, परंतु उसके पिता ने उसे फिर से उस पुत्र के पदवी को उसे लौटा कर देता है। ऐसा है तो वो प्रभु के हाथ में अपने जीवन को हम समर्पित करेंगे। वो परमेश्वर हमारी बिगड़ी हुई दशा को सुंदर बनाने के लिए वो सामर्थी प्रभु है। നമുക്ക് പ്രാർത്ഥിക്കാത്ത കുശവന്റെ ആ കരം എന്നിൽ കൂടെ ഓടിക്കണമേ, ആദാമിനെ മെടഞ്ഞ കരം എന്നെ പണിയണമേ എന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്നത്തെ വ്യക്തിയല്ല, നാളെ ഡെയിലി എവറി ഡേ ഹി ക്യാൻ മേക്ക് us beautiful. हम इस प्रकार से प्रार्थना करेंगे, हे प्रभु, उस कुम्हार के हाथों से हाथ को मेरे ऊपर चलाए, मेरे जीवन में एक सुधार की अवस्था को ले आए। यदि ऐसे प्रार्थना करेंगे तो हर दिन हमें सुंदर अवस्था में ले चलने के लिए वो परमेश्वर काफी है, वो सामर्थी हैं। ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഒറ്റത്തമ്മനെ തെരഞ്ഞെടുത്ത ദൈവം.
ज्ञानवानों को लज्जित कराने के लिए मूर्खों को चुना हुआ परमेश्वर, നമ്മളെ ഏൽപ്പിക്കാം. हम अपने आप को प्रभु के हाथ में समर्पित करें. താങ്ക് യു പാസ്റ്റർ സജൻ. കർത്താവ് ഈ വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഞങ്ങളെ ഓർത്തും സമയം അനുവദിച്ച കർത്താവ് നന്ദി പറഞ്ഞുകൊണ്ട് വാക്യം നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.